ടീച്ചറെ, നമുക്കറിയാം ഇതൊരു സാമൂഹ്യ വിഷയം തന്നെയാണ്. ഇതൊരു ജാതീയപരമായിട്ടോ മതപരമായിട്ടുള്ള ഒരു വിഷയമൊന്നും അല്ല. ഇപ്പോ ഇവിടെ ടീച്ചർ മാത്രമാണ് വേറിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയേണ്ടതുണ്ട്. കാരണം ഞാനായാലും ഭഗത്ജി ആയാലും ഹരിജി ആയാലും രാമസിംഹൻജി ആയാലും ഞങ്ങൾ ഹിന്ദു മത സംസ്കാരമായാലും വിശ്വാസമായാലും ആ ഒരു മതത്തിൽ വിശ്വാസികൾ തന്നെയാണ്. തീവ്രമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ തന്നെ. ടീച്ചർ മാത്രമാണ് അത് വിഭിന്നമായിട്ടിരിക്കുന്നത്. അപ്പൊ ടീച്ചർ സത്യമായിട്ട് നമ്മൾ ഈ ഒരു വിഷയം എടുത്തിരിക്കുന്നത് സാമൂഹ്യ വിഷയം ആയതുകൊണ്ട് തന്നെയാണ്. കാരണം ഞമ്മന്റെ ആളുകൾക്ക് എന്തുമാവാം എന്നുള്ള അവസ്ഥയിലേക്ക് ഇവിടുത്തെ ഭരണഘടനയും നിയമവും പോലും 95 മുതൽ ഇവിടെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരാൾ പോലും ഇത്ര കണ്ട് 6.5 പതിറ്റാണ്ട് ഭരിച്ച കോൺഗ്രസ്സുകാർ ഒരു മിണ്ടാട്ടം നടത്തിയിട്ടില്ല. ഇന്നിപ്പോൾ നരേന്ദ്രമോദി എന്ന് പറയുന്ന RSSന്റെ ആയാലും BJPയുടെ ആയാലും ആ ഒരു ഭരണകർത്താക്കൾ വന്നതിന് ശേഷം തന്നെയാണ് ഈ നിയമത്തിൽ എന്തെങ്കിലും ഒരു ഭേദഗതിയെങ്കിലും വേണമെന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് മാറിയത്. കോൺഗ്രസ് അതിനെതിരാണെങ്കിൽ പോലും മറ്റു രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ, ഇസ്ലാമിക ജിഹാദികളായിക്കോട്ടെ, അവരെ എതിരാണെങ്കിൽ പോലും അതിൽ മാറ്റം വരുത്തണമെന്ന ചിന്തയെങ്കിലും വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ടീച്ചർ, ഈ സാമൂഹ്യ വിഷയമാണിത്, എങ്ങനെയാണ് നമ്മുടെ മലയാളികളെ ഇനിയും ഇതിൽ അധികം എങ്ങനെയാണ് നമ്മളിത് പറഞ്ഞു മനസ്സിലാക്കുക? നമ്മുടെ ഭഗത്ജി പറഞ്ഞ ഒരു വിഷയം എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. ഞാനത് വളരെ ജാഗ്രതയോടുകൂടി കേട്ടു. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നീട് അതിലേക്ക്, അതായത് വഖഫ്, ഇപ്പോ ബൈജുവിന്റെ വീട്, ബൈജുവിന്റെ വണ്ടി, വഖഫ്, ഇത് വഖഫ് സ്വത്തായിരുന്നു ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞ് ഒരാള് അവകാശവാദം ഉന്നയിച്ചാൽ അവരുടെ കയ്യിൽ ഒരു രേഖയും വേണ്ട. ഇത് എന്റേതാണ് എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? ബൈജുവിൻ്റെതാണ്. ബൈജുവിന്റെ കയ്യിൽ ഇത് വന്നിട്ട് എത്ര കാലമായിട്ടുണ്ടാകും? ഇത്രയായിട്ടുള്ളൂ. അപ്പോൾ അതിനു മുമ്പുള്ളത് എത്രമാത്രം സങ്കീർണതയാണ് ഈ വിഷയത്തിലെന്ന് നോക്കണം. പക്ഷേ ഒരു അബ്ദുൽ ഖാദറിന്റെ, ഇപ്പൊ KT ജലീലിന്റെ വസ്തുവിന്റെ പിന്നാലെ ഇവര് പോകില്ല. കാരണം KT ജലീൽ ഇവിടെ വേണം. ഇവിടെ വേണ്ടാത്തത് ആരാണ്? ആരെയാണ് ഇവിടെ ഓടിക്കേണ്ടത്? ആരുടെ ഭൂമിയാണ് പിടിച്ചെടുക്കേണ്ടത്? ഇതാണ് ഇതിന്റെ പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ട്. ഇപ്പൊ ഭഗത്ജി പറഞ്ഞു, വഖഫ് എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് നൽകിക്കഴിഞ്ഞു, സമർപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ആ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ വാക്കിഫ്, അതായത് വഖഫ് ചെയ്തു കഴിഞ്ഞു. ഇനിയും അതിന്റെ പൂർണ്ണ ഉടമസ്ഥ അവകാശം അള്ളാഹുവിനാണ്. കാര്യം എളുപ്പമായല്ലോ. പടച്ചോനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും പരാതിയുമായിട്ട് മുന്നോട്ട് പോകത്തില്ല. നമ്മുടെ ഹരിയേട്ടൻ ചോദിച്ചു, മറ്റുള്ളവര് ചിന്തിക്കും എന്താണ് ഇതിനകത്ത് ഹിന്ദുക്കൾക്ക് കാര്യം? ഇതിനകത്ത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഒന്നുമല്ല. നമുക്കിവിടെ ജീവിക്കണം. ഇസ്രായേലിയര് പറയുന്നത് പോലെ ഞങ്ങൾക്കിവിടെ ജീവിക്കണം. ഒന്ന് ചീഞ്ഞേ ഒന്നിന് വളമാകും എന്ന് പറയാറില്ലേ? ഒരു വിധിയും രണ്ടു കൂട്ടരെയും സന്തോഷിപ്പിക്കാറില്ല. എപ്പോഴും ഒരു കൂട്ടർക്ക് വേദന ഉണ്ടാകും, അവർ വേദനിക്കാൻ അർഹരാണ്. അപ്പൊ ഇത് ഒരു ജനാധിപത്യ പ്രശ്നമാണ്. നമ്മുടെ രാമൻസിംഹൻജി പറഞ്ഞു, ജനാധിപത്യ ഭരണഘടനയ്ക്കു മേലെ മറ്റൊരു നിയമം വരിക എന്ന് പറഞ്ഞാൽ അത് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് എല്ലാവരുടെയും വളരെ ജാഗ്രതയോടുകൂടി കേട്ടിട്ട് ഒരു ഉപസംഹാരം നടത്തണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. അപ്പൊ ഹരിയേട്ടൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത് ഹിന്ദുക്കൾ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. നാളെ നമ്മുടെ ഭൂമിയിൽ ഇവർ അവകാശപ്പെട്ടു വരും. അതുകൊണ്ട് ഇത് നമ്മുടെയും പ്രശ്നമാണ്, നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നമാണ്, ഇത് ബഹുസ്വരതയുടെ പ്രശ്നമാണ്, ജനാധിപത്യത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. രാമസിംഹൻജി ചോദിച്ചു, ഖുർആനിൽ ജനാധിപത്യമുണ്ടോ? ഖുർആനിൽ ജനാധിപത്യമില്ല. ഖുർആനിൽ മതേതരത്വമില്ല. ഖുർആനിൽ ദേശീയതയില്ല. ഇത് മൂന്നിനും വിഭിന്നമായിട്ടുള്ള, സർവോപരി സ്ത്രീവിരുദ്ധവുമായിട്ടുള്ള ആശയങ്ങളാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. ഈ ഖുർആനിന്റെ താല്പര്യപ്രകാരമാണ് മൗദൂദിയുടെ ഇസ്ലാം മത രാഷ്ട്രവാദം നമ്മുടെ രാജ്യം കേൾക്കുന്നത് ആദ്യമായിട്ട്. ഒരു പക്ഷേ ലോകം കേൾക്കുന്നത്. നമ്മുടെ നാട്ടിലാണ് ഇത് പോപ്പുലർ ഫ്രണ്ട് എന്നും SDP എന്നും മുസ്ലിം ലീഗ് എന്നും ഒക്കെ അറിയപ്പെടുന്നത്. സിറിയയിലാകുമ്പോൾ ഇത് ISIS ആണ്, പലസ്തീനിലാകുമ്പോൾ ഇവർ ഹമാസ് ആണ്, യമനിലാകുമ്പോൾ ഇവർ ഹൂതികൾ, അങ്ങനെ വ്യത്യസ്തമായ പേരുകളിലാണ്. അപ്പൊ ഇവര് മൗദൂദി ചിന്താഗതിക്കാർ, ഇപ്പൊ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതുപോലെ വെറും ഒരു സംവരണ പ്രശ്നം എന്തായി മാറി? ഹിന്ദു വിരുദ്ധമായിട്ട് മാറി. ആ രാജ്യത്തിന്റെ എല്ലാ തരത്തിലുമുള്ള ഭരണഘടനകളെ അട്ടിമറിച്ച് ഹിന്ദു വിരുദ്ധ പ്രക്ഷോഭമായി അതിനെ മാറ്റാൻ അധിക സമയം വേണ്ടി വന്നില്ല. പിന്നീട് അത് ന്യൂനപക്ഷ വിരുദ്ധ വിപ്ലവമായിട്ട് തന്നെ മാറി. ഇപ്പൊ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന ഈ വഖഫ് നിയമത്തിന്റെ ഭേദഗതിയിലൂടെ ബോർഡിന്
അനിയന്ത്രിതമായി അധികാരങ്ങൾ നൽകി. അതായത് ഒരു നിയന്ത്രണവുമില്ല, അൺലിമിറ്റഡ് ആണ് അത്. ഇപ്പോ സർക്കാർ ഭൂമി വേണോ, ക്ഷേത്രം വക ഭൂമി വേണോ, ഇങ്ങേയറ്റം ഗുരുദ്വാര ഭൂമി വരെ വഖഫിന് പിടിച്ചെടുക്കാനുള്ള അധികാരം നിയന്ത്രണാതീതമായി നൽകിയിട്ടും ഇതിനെ ആരും ഇക്കാലം വരെ ചോദ്യം ചെയ്തിട്ടില്ല. വഖഫ് നിയമത്തിലെ ഭേദഗതികൾ ഉൾപ്പെടെയുള്ള നിരവധി സുപ്രധാനപ്പെട്ട ബില്ലുകൾ പാർലമെന്റിന്റെ ബജറ്റിൽ പുനഃപരിശോധനയ്ക്കെടുത്തപ്പോൾ മാത്രമാണ് ചില ആളുകളുടെ ഈറ്റില്ലങ്ങൾ ഇളകിയത്. പൗരത്വ ഭേദഗതി നിയമം പോലെ തന്നെ. കാരണം പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്ന ഭേദഗതി ബില്ല് അനുസരിച്ച് വഖഫ് ബോർഡുകൾ എങ്ങാനും നമ്മുടെ സ്വത്തുക്കള് ജില്ലാ കളക്ടർമാരിൽ നിന്നും രജിസ്റ്റർ ചെയ്യുന്നതിന് നിർബന്ധമാക്കുമോ? രാജ്യത്ത് മൊത്തം 30 വഖഫ് ബോർഡുകളാണ് ഉള്ളതെന്നാണ് എന്റെ അറിവ്. ബോർഡുകളുടെ പ്രവർത്തനങ്ങളില് കൂടുതൽ സുതാര്യത വരുത്തിയാൽ നമ്മുടെ ഈറ്റില്ലങ്ങൾ ഇളകുമോ? നമ്മുടെ ഉത്തരവാദിത്വം നഷ്ടപ്പെട്ടു പോകുമോ? നമ്മുടെ പള്ളികളൊക്കെ കേന്ദ്ര സർക്കാർ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നിയമമാണോ? ഈ രൂപത്തിൽ ഇന്ന് ഒരു കൗൺസിലിംഗ് ക്ലാസ് സോഷ്യൽ മീഡിയ വഴിയും പള്ളികൾ കേന്ദ്രീകരിച്ചും നടക്കുന്നുണ്ട്. ഇതാണ് ഈ ബില്ല് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവര് പറയുന്നത്. തന്നെയുമല്ല, ഈ ബില്ലില് ഞാൻ കാണുന്ന കൂടുതൽ പ്രയോറിറ്റി സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നു. ഇതുവരെ വഖഫ് ബോർഡില്, മഹല്ല് കമ്മിറ്റിയില്, പള്ളി കമ്മിറ്റിയിൽ ഒന്നും ഒരു സ്ത്രീ പ്രാതിനിധ്യമില്ല. ഇപ്പോ ഈ വഖഫ് ബോർഡ് കൊണ്ടുവന്ന ഭേദഗതി ബില്ല് പൂർണ്ണമായും പിൻവലിക്കണമെന്ന് പറഞ്ഞ് സർക്കാർ ശില്പശാലയില് മുസ്ലിം സംഘടനകളുടെ ആശങ്ക വർദ്ധിക്കുവാണിപ്പോ. പുരാതനമായ സ്മാരകങ്ങൾക്കു മേലെ ഇവർ അവകാശം ഉന്നയിച്ചിട്ടുണ്ട്. ഈ വഖഫ് ബോർഡിന്റെ നിയമത്തെ, ഈ ഉത്തരവിനെ തള്ളിയത് ഹൈക്കോടതി വേണ്ടി വന്നു. അതിന് സ്വന്തം ഭൂമി വിൽക്കാൻ വേണ്ടി നോക്കിയ ഒരു പാവപ്പെട്ട കർഷകനോട് ഈ പുരയിടം വഖഫ് ഭൂമിയാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ സമയത്ത് ആ മനുഷ്യന് കോടതിയെ സമീപിക്കേണ്ടി വരുന്നു. ഇത് വേദനാജനകമാണ്. പുതിയ നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ സജ്ജമാകുന്നുണ്ട് ഇപ്പോ. അത് നല്ലൊരു കാര്യം തന്നെയാണ്. എന്റെ അഭിപ്രായം ഭേദഗതി അല്ല, ഇത് റദ്ദാക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു മുസൽമാൻ വഖഫ് നിയമമുണ്ട്. 1923 തോന്നുന്നത്. ബ്രിട്ടീഷുകാരാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്. അവര് തന്നെയാണ് ദി മദ്രാസ് റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ്സ് എന്നും പറഞ്ഞ ഒരു ആക്ട് 1925 മുന്നോട്ട് വെച്ചു. പക്ഷെ ഈ നിയമത്തിനെതിരെ മുസ്ലിങ്ങളും ക്രിസ്ത്യൻ സമൂഹവും പ്രതിഷേധവുമായി അക്കാലത്ത് തന്നെ രംഗത്ത് വന്നു. അത് കഴിഞ്ഞിട്ട് ഈ നിയമത്തിൽ നിന്ന് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തെ ഒഴിവാക്കി നിർത്തി ഹിന്ദുക്കളെ മാത്രം ഉൾപ്പെടുത്തി ഒരു നിയമം ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ചു. 1925 മദ്രാസ് ഹിന്ദു റിലീജിയസ് ആൻഡ് എൻഡോമെന്റ് ആക്ട്. പിന്നീട് 1954 ഇന്ത്യൻ പാർലമെന്റ് വഖഫ് നിയമം പാസ്സാക്കുന്നു. ഈ നിയമം റദ്ദാക്കിയ ശേഷം നിലവിൽ വന്നത് 1995 വഖഫ് ബോർഡുകളുടെ നിയമം. ഇത് ഈ ബോർഡുകൾക്ക് അധികാരം വിപുലപ്പെടുത്തി നൽകി. കാരണം നമുക്ക് നമ്മളെ എന്തെങ്കിലും ആരെങ്കിലും സന്തോഷിപ്പിച്ചാല് ഉപകാര സ്മരണയ്ക്ക് നമ്മളും തിരിച്ചെന്തെങ്കിലും ഒക്കെ നൽകണമല്ലോ, അത്രയേ ഉള്ളൂ. 2013 വീണ്ടും ഈ നിയമം ഭേദഗതി ചെയ്തു. എത്ര കൊടുത്തിട്ടും നമ്മുടെ ഗണ്ഡി കുടുംബത്തിന് അങ്ങോട്ട് സംതൃപ്തി വരാത്ത പോലെ, എന്താ വേണ്ടത്, ചങ്ക് പറിച്ച് ഞാൻ നൽകാം, ഈ രാജ്യം വേണോ നിങ്ങൾക്ക് ഹദിയയായിട്ട്, സക്കാത്തായിട്ട് വേണോ, ഞങ്ങൾ എഴുതി നൽകാം. ഇങ്ങനെ 2013 കോൺഗ്രസ് കൊണ്ടുവന്ന ഈ നിയമം ഭേദഗതി ചെയ്തത് വലിയ ഒരു തിരിച്ചടിയായിരുന്നു ഈ രാജ്യത്തിന്റെ മതേതര സമൂഹത്തിന് ഏൽപ്പിച്ചത്. ഇതോടെ ആരുടെ സ്വത്തുക്കൾ വേണമെങ്കിലും പിടിച്ചെടുക്കാനുള്ള അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരം വഖഫ് ബോർഡിന് കൈവന്നു. അതായത് ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്, മുസ്ലിം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പേരില് സ്വത്തുക്കൾ കൈയടക്കാൻ വഖഫിന് അധികാരമുണ്ട്. ഇതെന്തിനാ ജീവകാരുണ്യ പ്രവർത്തനം? ഇപ്പൊ കണ്ടില്ലേ, ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റി വഖഫ് ബോർഡിന്റേതാ, അതിന് നികുതി പോലും വേണ്ട. ഈ നിയമം അക്ഷരാർത്ഥത്തിൽ ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിയമമായിരുന്നു. ഇന്ത്യയിലെ മറ്റൊരു മതവിഭാഗത്തിനും, ഒരു സ്ഥാപനങ്ങൾക്കും, ഒരു മതസ്ഥാപനങ്ങൾക്കോ അതല്ലാത്ത സ്ഥാപനങ്ങൾക്കോ കിട്ടാത്ത ആനുകൂല്യമാണ് വഖഫ് ബോർഡിന് ലഭിച്ചത്. ഈ സാഹചര്യത്തില് വഖഫ് ബോർഡ് ഈ നിയമം ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ടല്ലോ.
സ്വാഭാവികമായും ഒരു ചോദ്യം, എന്നാ പിന്നൊന്ന് പറ, എവിടെയാണ് വഖഫ് ബോർഡിന്റെ നിയമങ്ങൾ ഇവരെ ദുരുപയോഗം ചെയ്തത് എന്ന്? അവിനാശി കേസ് എന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി, ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എവിടെ അടിച്ചു നോക്കിയാലും കിട്ടും. റവന്യൂ രേഖകൾ പ്രകാരം 1996 ദേവേന്ദ്രകുല വെള്ളാളർ ഈ സമുദായത്തിലെ 216 ആളുകൾക്ക് ചെയ്വൂരിലെ ദേവേന്ദ്ര നഗറിൽ താമസിക്കുന്ന 6.3 ഏക്കർ സ്ഥലത്തിന്റെ പട്ടയം അനുവദിച്ച് ലഭിച്ചതാണ്. പക്ഷേ ഈ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി വീണ്ടും വിവാദങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അപ്പോ ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥക്കാര് വല്ലാതെ വേദനയിലായി. കാരണം എന്താ? തൊട്ടിപ്പാളയം, അവിനാശി ഈ 2 സ്ഥലങ്ങളിലും സബ് രജിസ്ട്രാർ ഓഫീസില് തിരുപ്പൂർ ജില്ലയിലെ ജോയിന്റ് 1, ജോയിന്റ് 2 ഈ സബ് രജിസ്ട്രാർ ഓഫീസുകളിലേക്കുമൊക്കെ വഖഫ് ബോർഡിന്റെ ഒരു കത്ത് കിട്ടുവാണ്. അവിനാശിയിലെയും തിരുപ്പൂരിലെയും പ്രസ്തുത സർവേ നമ്പറിൽ പെടുന്ന 93% സ്വത്തുക്കളും വഖഫ് ബോർഡിന്റേതാണ് എന്ന് കത്തിൽ അവകാശപ്പെടുവാണ്. 1 ഇനിയുമുണ്ട്. അതാണ് തിരുച്ചിറപ്പള്ളി, തമിഴ്നാട്ടില്. അവിടെ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തിരുച്ചെന്തുറൈ എന്ന ഗ്രാമം 1500 വർഷം പഴക്കം, അതായത് നമ്മുടെ മുഹമ്മദ് നബി ഇസ്ലാം കൊണ്ടുവരുന്നതിനും 100 വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള സുന്ദരേശ്വര ക്ഷേത്രം നിലനിൽക്കുന്നുണ്ട് ഇന്നും. ഈ ഭൂമിയും നമ്മുടേതാണെന്നൊരു മുസ്ലിം പോലും ഇല്ലാത്ത, ഒരു പള്ളി പോലും ഇല്ലാത്ത, ആ പാരമ്പര്യം പോലും അവകാശപ്പെടാനില്ലാത്ത ആ ഭൂമി, ആ നാട് മുഴുവനും ഞങ്ങളുടേതാണ്. ഒരു തെളിവും വേണ്ട. അത് കോൺഗ്രസ്സുകാർ അനുവദിച്ച് നൽകിയതാണ്. അല്ല, മക്കളെയൊക്കെ കെട്ടിച്ചു വിടുമ്പോ സ്ത്രീധനം എത്ര കൊടുത്താലും ചില മാതാപിതാക്കൾക്ക് തൃപ്തിയാവത്തില്ല. ഇവര് വിചാരിക്കുന്നത് സ്ത്രീധനം കൂടുതൽ കൊടുക്കുന്നതിനനുസരിച്ച് മോൾക്ക് അവിടെ സുഖവും സമാധാനവും ഉണ്ടാകുമെന്ന എന്ന് പറയുന്നത് പോലെ കോൺഗ്രസ് എത്ര നൽകിയിട്ടും അവരൊട്ട് തൃപ്തരായതുമില്ല. ഇവർക്ക് കൊടുത്തിട്ട് സംതൃപ്തിയുണ്ടോ? അതും കിട്ടിയില്ല. വ്യക്തമായ തെളിവുകളില്ല എന്നതിന്റെ പേരില് ഒരു സ്ഥലത്തിന് മതപരമായ പദവി നൽകി പ്രാർത്ഥനയ്ക്കോ നമസ്കാരത്തിനോ ഒക്കെ വേണ്ടി വിട്ടു നൽകാൻ കഴിയില്ല എന്ന് അടുത്തിടെയാണ് സുപ്രീം കോടതിയുടെ വിധി വന്നത്. നമ്മൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് സുപ്രീം കോടതിയൊക്കെ. അങ്ങനെ തെലങ്കാന സർക്കാരിന് ഈ തീരുമാനം വലിയ ആശ്വാസമായി. സർവകലാശാല, ടൗൺഷിപ്പ്, മറ്റ് പ്രശസ്ത സ്ഥാപനങ്ങള് ഇതൊക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകി. 2012 ആന്ധ്രാപ്രദേശ് ഹൈക്കോടതി വിധിക്കെതിരായിരുന്നു സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീലുമായിട്ട് എത്തിയത്. അതായത് നമ്മൾ വിശ്വസിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്നും അതല്ലെങ്കിൽ കോടതികളിൽ നിന്നും നിയമത്തിന്റെ ഭാഗത്തു നിന്നും നമുക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന. ഇനിയുമുണ്ട്. തങ്ങളുടെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ സംസ്ഥാന സർക്കാർ ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് രാജസ്ഥാനിലെ വഖഫ് ബോർഡ് രംഗത്തെത്തി. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇത് മുക്കി. നമ്മുടെ നാട്ടിലെ ചാനലുകാർ ഈ വാർത്ത കൊടുക്കുമോ? ഇപ്പോ ബൈജുവിന് വേറൊരു കാര്യം അറിയോ? നമ്മൾ തമ്മിൽ ചൊറിയാതെ വയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൊതുവിഷയങ്ങൾ എടുത്ത് നമ്മൾ പ്രചരിപ്പിച്ചല്ലോ, നമ്മൾ ആളുകളെ ചിന്തിപ്പിച്ചല്ലോ. അതോടെ സ്വതന്ത്ര ചിന്തകര് പറഞ്ഞു, ജാമിദ ഇന്നു മുതൽ സ്വതന്ത്ര ചിന്തകയല്ല. ശരി, വേണ്ട, എനിക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, ഞാൻ ഒരു സംഘടനയിലും അംഗത്വവും എടുത്തിട്ടില്ല. തന്നെയുമല്ല, നമ്മുടെ പ്രമുഖ യൂട്യൂബ് ചാനലുകാരെ ഒക്കെ ജാമിദ വിമർശിക്കുന്നു, നമ്മുടെ സ്വതന്ത്ര ചിന്തകരെ വിമർശിക്കുന്നു. അതുകൊണ്ട് ഇനി മുതല് നമ്മുടെ സംഘത്തിൽ ഇനി അവര് വേണ്ട. ശരി, നിങ്ങൾക്ക് എന്നാ വേണ്ടാത്തത്? ഇന്നാ. എനിക്ക് ഇന്നലെ വേണ്ട സുഹൃത്തെ. കാരണം നമുക്ക് ഉള്ള കാര്യം ഉള്ളതുപോലെ വിളിച്ചു പറയും. ആരും അംഗീകരിച്ചില്ലേ? വേണ്ടെന്നേ. ആരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കി. അതായത് സ്വതന്ത്ര ചിന്തകർ പോലും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും ബഹുസ്വരതയെയും ബാധിക്കുന്ന വിഷയങ്ങൾ ഒന്ന് തുറന്നു പറയണമെങ്കിൽ ഭൂരിപക്ഷത്തിന്റെ സമ്മതം വേണമത്രേ, അംഗീകാരം വേണമത്രേ. ആലോചിക്കണം. നിലവില് ഇപ്പൊ രാജസ്ഥാൻ രംഗത്ത് വരികയാണ്. ഞങ്ങളുടെ വഖഫ് ബോർഡിലെ ആളുകൾക്ക് ശമ്പളം കൊടുക്കാനില്ല, അതുകൊണ്ട് എല്ലാവരും നൽകുന്ന നികുതിയിൽ നിന്നും ഞങ്ങൾക്കും തായോ. ആ സമയത്ത് നിലവില് വഖഫ് ബോർഡിന് ആ രാജസ്ഥാനിൽ മൊത്തം 18,000-ലധികം സ്വത്തുവകകൾ നിലനിൽക്കുക. അതിൽ 7,000-ലധികം വസ്തുവകകളിൽ നിന്ന് കോടാനുകോടി വരുമാനം ലഭിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലും സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് ബോർഡ് സംസ്ഥാന സർക്കാരിനെ സമീപിക്കുക.
തമിഴ്നാട്ടിലെ 1500 വർഷം പഴക്കമുള്ള ഒരു എന്താണ് മനേന്തിയവല്ലി ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. പേര് ഞാൻ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ട്, ഓർമ്മയില്ല എനിക്ക്. മനേന്തിയവല്ലി എന്നാണ് ഇതിന്റെ പേര്. ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും. ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം. ഈ ഭൂമിക്കുമേലെ ഉടമസ്ഥാവകാശം ആവശ്യപ്പെടുവാണ് ആര്? വഖഫ് ബോർഡ്. ഇപ്പോ തിരുച്ചെന്തുറൈ ഗ്രാമത്തിലും പരിസരത്തുമൊക്കെയായി ഈ ക്ഷേത്രത്തിന് 369 ഏക്കർ ഭൂമിയുണ്ട്. അപ്പൊ ഇവര് മാത്രമാകണ്ട, ഈ നാട് മൊത്തം എന്തുകൊണ്ട് നമ്മുടേതാകാൻ പാടില്ല? ഇങ്ങനെ ഇവരെ ഒരുപാട് സ്വത്തുവകകൾ കണ്ടുകെട്ടാനും സ്വന്തമാക്കാനും കൊള്ളയടിച്ചെടുക്കാനും ശ്രമിക്കുമ്പോൾ നമ്മൾ ഇതിനെ ചോദ്യം ചെയ്യും. ഇതുകൊണ്ട് എന്താണ് നേട്ടമെന്നൊന്നും നമുക്കറിയില്ല. ഒരാൾക്കെങ്കിലും തലയ്ക്കകത്ത് വെളിവുണ്ടായാല്, ഒന്ന് ചിന്തിച്ചാല്, നമ്മളിത് തുറന്നു പറയുന്നത് കൊണ്ട് നമുക്ക് എന്തുവാ കിട്ടുന്നേ? തലയിൽ ഒരു മുൾക്കിരീടം എടുത്തു വെച്ചു, അത് പിന്നെയും പിന്നെയും ആഴത്തിൽ ഇറങ്ങി കൂടുതൽ കൂടുതൽ മുറിവുകൾ ഉണ്ടാക്കും. സത്യം പറഞ്ഞാല് ഇതൊക്കെ ഒന്ന് തുറന്നു പറയുന്നത് കൊണ്ടൊന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. ഒരു ഓണം, ഒരു സദ്യ കഴിക്കാൻ എത്രയോ ആഗ്രഹമാണ്, എവിടെ പോകാൻ പറ്റും? ബൈജുവും ഫാമിലിയും ഹൃദ്യമായി ക്ഷണിച്ചു, പോകാൻ പറ്റിയില്ല. എന്റെ മോൾ എന്ന് ചോദിക്കാം, നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷന് ജീവിതത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഇത് തുറന്നു പറയുന്നത് കൊണ്ട് നമുക്ക് കിട്ടുന്നത് മൊത്തവും കല്ലേറുകൾ മാത്രമാണ്, വേറെ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ഈ രാജ്യത്ത് നമ്മൾ അല്ലെങ്കിൽ ഇനി വരുന്ന ജനറേഷന് മനസമാധാനത്തോടു കൂടി ജീവിക്കണ്ടേ? നമ്മൾ ഇത് തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ വേറെ ആര് പറയും? നമ്മുടെ ദൗത്യമാണിത്. ഇവര് കൊള്ളയടിച്ചെടുക്കുന്ന ഭൂമി നമുക്കറിയാം. നിർമ്മല കോളേജില് നമസ്കരിക്കാൻ ഒരു സ്ഥലം ആസൂത്രിതമായിരുന്നു. ഒരു ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ ഒരാളെ ഉള്ളോ അന്ന് നിസ്കരിക്ക്, രണ്ടാമത്തെ ദിവസം 3 പേരാകും, മൂന്നാമത്തെ ദിവസം 30 പേരാകും. ആദ്യം ഒരു ബെഞ്ചും ഡെസ്ക് മാറ്റ്, അത് കഴിഞ്ഞാൽ 3 എണ്ണം മാറ്റാം, അത് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാസ് മുറി തന്നെ കിട്ടും. പിന്നീട് എന്തായി? ആ സ്ഥാപനത്തില് ഒരു പള്ളി പൊങ്ങിയെന്നാണ് ആ ഉസ്താദ് പ്രസംഗിച്ചത്. 150 പേരോളം അകത്ത് നിന്ന് നമസ്കരിക്കുന്നു, 150 പേര് പുറത്തു നിന്നും വരുന്നു, 300 ആയില്ലേ? ഇത്രയും പേർക്ക് വേണ്ടിയിട്ട് ഒരു പള്ളി തന്നെ അവിടെ വന്ന്. ഇത് ആസൂത്രിതമാണ്. അതായത് അമുസ്ലിങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്ത് നമുക്ക് മാത്രമായിട്ട് ഈ ഭൂമി സ്വന്തമാക്കുക എന്ന ഒരു അജണ്ടയുടെ പിന്നിലാണ് ഇതൊക്കെ വരുന്നത്. ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ? ഇപ്പോ നമ്മുടെ രാമസിംഹൻജി ചോദിച്ചു, ഗുരുവായൂരപ്പനെയും അതുപോലെ ശബരിമല അയ്യപ്പനെയും ഒക്കെ ഇനിയിപ്പോ കൊണ്ടുപോകുമോന്ന്. സംശയം എന്താ? ഇപ്പൊ ഒരു താത്താക്കുട്ടി ഇറങ്ങി ഗുരുവായൂരപ്പന്റെ അടുത്ത് ചെന്ന്, അല്ല ശബരിമലയിൽ ചെന്നിട്ട്, അല്ല ഇവിടെ അല്ലേ പോയത്, ഗുരുവായൂരല്ലേ പോയത്, റീൽസ് എടുത്തു. അവർ ഇതുപോലെയുള്ള അഴിഞ്ഞാട്ടം ഒരു പള്ളിയിൽ നടക്കുവോ? ഒന്നും വേണ്ട, ഒരു മുസ്ലിം പള്ളിയിൽ, ഒരു തുക്കടാച്ചി പള്ളിയിൽ നടക്കുവോ? നടക്കില്ല. കാരണം കഴുത്തിന് മുകളിൽ തല ഉണ്ടാവില്ല. അവൾ അത് ചെയ്ത് വിജയിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അടുത്ത ഒരെണ്ണം വന്നു, അവളും അതുപോലെ റീൽസ് ചെയ്യാൻ. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരെണ്ണം. ഇതൊക്കെ യാദൃച്ഛികമാണ് എന്ന് വിശ്വസിക്കുന്നത് തലയ്ക്കകത്ത് ആളുതാമസമില്ലാത്ത ഹിന്ദുക്കളാണ്. അവള് പറയുന്നത് പോലെ, അവളത് ചോദിക്കുന്നുണ്ടല്ലോ, ഹിന്ദുക്കളെ പറ്റിക്കുക എന്ന് പറയുന്നത് ഒരു കഴിവാണ് മക്കളെ, ആ കഴിവ് എനിക്ക് ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയുന്നില്ലേ? ഈ ഹിന്ദുക്കൾ എന്നെ പറ്റിച്ചോന്ന് പറഞ്ഞ് ചെന്ന് കയറി കൊടുത്താൽ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. എപ്പോഴാണ് ഈ വേദന ഉണ്ടാവണമെന്ന് അറിയാമോ? അവനവന്റെ തൊടയിൽ നുള്ളു കിട്ടും. അപ്പോ മനസ്സിലാക്കും, ചേടാ ഇവരൊക്കെ ഇത് പറഞ്ഞത് സത്യമാണല്ലോ, ഇവരുടെയൊക്കെ ഭൂമികൾ അറ്റാച്ച് ചെയ്യപ്പെടും. കാരണം ഒരു തെളിവും വേണ്ട, ഒന്നിന്റെയും പിൻബലത്തിന്റെ ആവശ്യം ഇവർക്കില്ല. ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഇത് തെളിയിക്കാൻ നടക്കേണ്ടത് നമ്മളാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നമ്മൾ ശക്തമായി നിരന്തരം ഈ വസ്തുതകൾ ബോധവൽക്കരണം ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, രാമസിംഹൻജിക്ക് എന്താ പറയാനുണ്ട് തോന്നുന്നു, അൺമ്യൂട്ട് ചെയ്യണ കണ്ടു. എന്താണ് സാർ? അല്ല, വേറെ നമ്മുടെ കോഴിക്കോടിന്റെ പല റോഡുകളും ഇന്ന് പഴയ പേരുകളല്ല. ഇപ്പൊ നമ്മുടെ തളി ക്ഷേത്രത്തിലെ ജൂബിലി ഹാള് പേര് മാറി. ആ തളി ക്ഷേത്രത്തിന്റെ പേര് മർക്കസ് ദുആയിരുന്നു. യൂട്യൂബിൽ പിന്നെ ഗൂഗിളില് ആ തളി ക്ഷേത്രത്തിൽ നിൽക്കുന്ന തളി അമ്പലത്തിന്റെ പേര് മർക്കസ് ദുആ ആക്കി മാറ്റിയിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ് പിന്നീട് നമ്മളെല്ലാം കൂടി മെനക്കെട്ടിട്ടാണ് അത് തളി ക്ഷേത്രം ആക്കിയത്. തളി ക്ഷേത്രം ഉണ്ടായിരുന്നില്ല, മർക്കസ് ദുആ ആയിരുന്നു. ഈ രീതിയിൽ എല്ലായിടത്തും ഈ എൻക്രോച്ച്മെന്റ് വരുന്നുണ്ട്. പലപ്പോഴും നമ്മളിത് വന്നു കഴിഞ്ഞിട്ടാണ് അറിയുക. ഇപ്പൊ നാളെ വേണമെങ്കിൽ പറയാം ടീച്ചർ, കാരണം ഈ മലബാർ
ടിപ്പുവിന്റെ അധീനതയിൽ ഇസ്ലാമിക രാജ്യമായിരുന്നു. അന്ന് ടിപ്പു ഇതെല്ലാം മഹലിന് കൊടുത്തു പറഞ്ഞാൽ തീർന്നില്ലേ വെടിക്കെട്ട്. നമുക്ക് അല്ലാതെ പറയാൻ പറ്റുമോ? ടിപ്പു മലബാർ കീഴടക്കിയിരുന്നു. ടിപ്പു ഇതൊക്കെ അള്ളാഹ് കൊടുത്തിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും? തീർന്നു. മലബാർ മുഴുവൻ മറ്റേ വഖഫ് ബോർഡിന് കീഴിലായി. അതിന് സാക്ഷ്യപത്രം പറയാൻ വേണ്ടി ഇഷ്ടംപോലെ വളരെ രാജകുടുംബത്തിലെ ആൾക്കാരും ഉണ്ടാവും ചിലപ്പോൾ. തീർച്ചയായിട്ടും ഉണ്ടാവും. ഞാനേ രാമസിംഹൻജി പറഞ്ഞ ഒരു പോയിന്റും കൂടി കൂട്ടിച്ചേർക്കണമെന്ന് ഞാൻ വിചാരിച്ചു. നോളജ് സിറ്റി, ഞാനത് മറന്നതാ, ഞാൻ എഴുതി വെച്ചിരുന്നു. ഈ ചൂരൽമല ദുരന്തം വന്ന സമയത്താണ് ഏഷ്യാനെറ്റ് പോലെയുള്ള മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത്. ചൂരൽമലയുടെ നേരെ എതിർഭാഗത്താണ് റബ്ബർ തോട്ടം ഇടിച്ചു നിരത്തി കിടക്കുന്ന അനധികൃതമായ നിർമ്മാണം. വലിയ വലിയ കെട്ടിടങ്ങള്, റബ്ബർ തോട്ട പട്ടയത്തില് നോളജ് സിറ്റി എന്ന പേരിൽ നടക്കുന്ന ഈ അനധികൃതമായ നിർമ്മാണം ഇതുവരെ നമ്മുടെ പിണറായി സഖാവ് കണ്ടോ? പൊട്ടിയൊഴുകിയ ചൂരൽമല, അതിന്റെ എതിർവശത്ത് മാത്രം സ്ഥിതി ചെയ്യുന്ന മർക്കസ് നോളജ് സിറ്റി എന്ന അനധികൃത നിർമ്മാണം. ഈ സമയത്ത് ഇത് ചർച്ചയാകേണ്ടതല്ലേ? ഈ നാട്ടിലെ മീഡിയകളുടെ ക്യാമറകൾ എന്താ അങ്ങോട്ട് തിരിയാത്തത്? ചർച്ചയാവില്ല. തന്നെയുമല്ല, അത് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 7ഓളം ആളുകൾ വീണു മരണപ്പെട്ടു. ചർച്ചയായില്ല.